ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്തെടുത്ത കണവ നമുക്കിന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് അതങ്ങ് വേവിക്കാൻ വെച്ചു കേട്ടോ. ഇതൊരുപാട് വേവൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കാവും. ചിലത് ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്തിട്ട് ഇതങ്ങ് റബ്ബർ പോലെ ആകും, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റി വരുന്നവരെ നമുക്കൊന്ന് വേവിക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അപ്പോഴേക്കും നമുക്ക് വേറൊരു ചട്ടിയിൽ കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഈ കൊഞ്ച്, കണവ, ഞണ്ട് ഇതിനൊക്കെ നന്നായിട്ട് നമുക്ക് ഗ്യാസ് ഫോം ചെയ്യും. അപ്പം നമുക്കിത് വയറുവേദനയൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലങ്ങ് ചേർത്താൽ മതി. ഇതൊരു ട്രിക്കാണ് കേട്ടോ. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ ഒരുവിധമുള്ള പ്രശ്നമൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ ഒരു തക്കാളിയും പിന്നെ ഒരു പച്ചമുളക്, 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളിങ്ങനെയാണോ ഈ കണവ റോസ്റ്റ് ചെയ്യാറുള്ളത്? എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഇനി കുറച്ച് ഉപ്പ് ഇതിനകത്ത് നമ്മൾ കണവയിൽ ചേർത്തതാണ് ഉപ്പ്, അപ്പോൾ ഇതിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആ സമയം നമ്മുടെ കണവയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഈ മസാലയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഇത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പം ഇതിന് വേറൊരു രുചിയാണ്. ഇതിപ്പോൾ നല്ല അതിൻ്റെ ആ റോ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും കേട്ടോ. കണവയുടെ യഥാർത്ഥ ടേസ്റ്റ് ഇപ്പോൾ അറിയാം. ഇപ്പോൾ ഓൾറെഡി അത് വെന്ത് നല്ല കുക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് മസാലകളെല്ലാം ചേർത്ത് മുളകും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കണവ ഇതിനകത്ത് ചേർക്കാം. ഇത് മൊത്തം വെള്ളം വറ്റി പോകണ്ട, ഒരു ചെറിയ നനവോട് കൂടി തന്നെ ചെറിയ ഈർപ്പം വെള്ളം ഉണ്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇനി പ്രധാനമായിട്ട് നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എനിക്ക് കഴിച്ചോളാൻ വയ്യ കേട്ടോ, നല്ല വിശപ്പുമായി. അപ്പോൾ വേണ്ട നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിന്ന് കണവ റോസ്റ്റും ഉണ്ട്, പിന്നെ പൊന്നാര മീൻ്റെ തല കറി വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്പെഷ്യലാണ്. തന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാവി പറക്കുന്ന കണവ റോസ്റ്റ്, നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് കണവ കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റായിട്ടും. ഇത് നല്ല ഫ്രഷ് കണവയാണ് കേട്ടോ. ഇപ്പോൾ ബോട്ടൊക്കെ പോയി തുടങ്ങിയല്ലേ ഉള്ളൂ, അന്നെന്നുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്കിപ്പോൾ വരുന്നത്. അപ്പോൾ മീനൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടും. പിന്നെ തന്നെ ഇത് നമ്മുടെ പൊന്നാര മീൻ്റെ തലക്കറിയാണ്. കണവ റോസ്റ്റും നമുക്ക് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. നിങ്ങൾക്കൊക്കെ വിശപ്പായോ? എല്ലാവരും കണവ റോസ്റ്റിൻ്റെ കാര്യം മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊന്നാര മീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ് ഈ മീൻ, അതിൻ്റെ മുള്ളും നല്ല സോഫ്റ്റാണ്. എനിക്ക് മീൻ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശിവജാൻ്റെ ഇവിടെ മീൻ കറിയൊന്നും വേണ്ട. ശിവജാൻ്റെ മീൻ ഫ്രൈ ചെയ്താൽ ഒരു കഷ്ണം കാണാൻ കഴിക്കും. ഞാനും മോനുമാണ് മീൻ കഴിക്കുന്നത്. ഞങ്ങൾക്ക് മീനില്ലാതെ ചോറ് കഴിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ളവരൊന്ന് പറയണേ, മീൻ കറി ഇല്ലാതെ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. എനിക്ക് മീൻ കറി മസ്റ്റാണ്. അപ്പോൾ അടിപൊളിയാണ് ഇന്നത്തെ ഊണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വേഗം പോയി ചോറൊക്കെ കഴിക്കുക കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ, സീ യു.